Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ. ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവും സഹകാരിയുമായ KN കണ്ണോത്ത് അന്തരിച്ചു. INTUC സംസ്ഥാന നേതാവും റെയിൽവേ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ നേതാവുമായിരുന്നു അദ്ദേഹം. KN കണ്ണോത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നേതാക്കൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. ചീമേനിയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഘം രക്ഷപ്പെട്ടത് നീലീശ്വരം വഴിയെന്ന സൂചന. ചീമേനി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് സൂചന ലഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവും സഹകാരിയുമായ കണ്ണോത്ത് കുഞ്ഞികൃഷ്ണൻ നായർ എന്ന KN കണ്ണോത്ത് അന്തരിച്ചു. INTUC സംസ്ഥാന നേതാവും റെയിൽവേ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ നേതാവുമായിരുന്നു അദ്ദേഹം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് INTUC നേതാവും സഹകാരിയുമായ കണ്ണോത്ത് കുഞ്ഞികൃഷ്ണൻ നായർ എന്ന KN കണ്ണോത്ത് അന്തരിച്ചു. തെക്കടവൻ വലിയ വീട്ടിൽ രാമൻ നായരുടെയും കണ്ണോത്ത് പാട്ടിയമ്മയുടെയും മകനായി 1930 ജൂൺ 7 ജനിച്ച കുഞ്ഞികൃഷ്ണൻ നായർ ദേശമിത്രത്തിൽ ചില രചനകൾ നടത്തിയപ്പോൾ പത്രാധിപർ VPK നെടുങ്ങാടി KN കണ്ണോത്ത് എന്ന പേരിലാണ് എല്ലാം പ്രസിദ്ധപ്പെടുത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം KN കണ്ണോത്ത് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായ KN കണ്ണോത്ത് പയ്യന്നൂരിലെ തൊഴിലാളികളെയും ചുമട്ടുകാരെയും INTUCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ച നേതാവാണ്. 1996 പയ്യന്നൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. 96 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ CPM സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി KN കണ്ണോത്തായിരുന്നു മത്സരിച്ചത്. INTUC സംസ്ഥാന നേതാവും റെയിൽവേ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ നേതാവുമായിരുന്നു. റിട്ടയർഡ് റെയിൽവേ സൂപ്രണ്ടാണ്. 1988 റെയിൽവേയിൽ നിന്നും പിരിഞ്ഞു. ഭാര്യ പരേതയായ VO പത്മാവതി ടീച്ചർ. ജയശ്രീ, പ്രമോദ്, വിനോദ് കൃഷ്ണൻ എന്നിവരാണ് മക്കൾ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ KN കണ്ണോത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KN കണ്ണോത്തിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചനം നടന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. ചില ആൾക്കാർ അറിയപ്പെട്ടാൽ മനസ്സിൽ ഇടപിടിക്കും, അവരടയാളപ്പെടുത്തിക്കൊണ്ടാണ് യാത്ര ചെയ്യുക. അത്തരമൊരു സവിശേഷമായ വ്യക്തിത്വമാണ് KN കണ്ണോത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ നഷ്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വലിയൊരു നഷ്ടം തന്നെയാണ്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത, PT മാത്യു, P സന്തോഷ്,
NP ഭാസ്കരൻ, MP രവീന്ദ്രൻ, ശശി വട്ടക്കുവൽ, MP ഉണ്ണികൃഷ്ണൻ, AP നാരായണൻ, V നന്ദകുമാർ, KK സുരേഷ് കുമാർ, K ജയരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യ സമര വഴികളിൽ ആ കുടുംബം, കണ്ണോത്ത് കുടുംബം എന്ന് പറയുന്നത് നമുക്കെല്ലാവരും പോലെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാം വലിയ നിലയിൽ, അതിലൊരാൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു കണ്ണോത്ത് നാരായണൻ നായർ. KN കണ്ണോത്ത് പയ്യന്നൂർ മാത്രമല്ല നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നമ്മളെ പ്രമുഖരായ നേതാക്കന്മാരും എല്ലാവരുമായി വളരെ അടുത്ത ഒരു സൗഹൃദ ബന്ധം പുലർത്തിപ്പോന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു സംശുദ്ധമായ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമയായിരുന്നു KN കണ്ണോത്ത്. അത് റെയിൽവേയിലെ ഉന്നത ഓഫീസറായിട്ടാണ് അദ്ദേഹം ജോലി നിന്നും റിട്ടയർഡായത്. അവിടെ തന്നെ അദ്ദേഹം അതിൻ്റെ ആ യൂണിയൻ, അത് അവരുടെ ആ ജീവനക്കാരുടെയും അദ്ദേഹം പ്രതിദാനം ചെയ്ത ആ ട്രേഡ് യൂണിയൻ്റെയും ഒക്കെ രംഗത്ത് വലിയ ഒരു മാറ്റങ്ങൾ വരുത്തുവാനും എല്ലാ രീതിയിലുള്ള ഇടപെടലുകൾ ആ രംഗത്ത്, റെയിൽവേ രംഗത്ത് നടത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. KN കണ്ണോത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സേനാനികളിൽ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും ഒരു പുണ്യാത്മാവ് എന്ന് പറയാം. കരുണയും സ്നേഹവും വാത്സല്യവും കൈമുതലായുള്ള കണ്ണോത്ത് തന്നാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. KC വേണുഗോപാൽ MP, MK രാഘവൻ MP, K സുധാകരൻ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP തുടങ്ങിയവർക്ക് വേണ്ടി റീത്ത് സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, മുൻ MLA C കൃഷ്ണൻ, കണ്ണൂർ മുൻ മേയർ TO മോഹനൻ, ചന്ദ്രൻ തില്ലങ്കേരി, M നാരായണൻകുട്ടി, V നാരായണൻ, BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്നും നാളെയുമായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് വേദിയായി. കേബിൾ TV സംസ്ഥാനത്തെ സേവന രംഗത്ത് 35 വർഷം പിന്നിടുന്ന വേളയിലാണ് 14ാമത് കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ലേ സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. എപ്രകാരമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത്, അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയുന്ന ഫാക്റ്റാണ്. കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ്. ഇതൊരു ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും വിഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്.
കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും. കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും MD ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിക്ക് COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം ആശംസിച്ചു. MLA ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, കൂടാതെ COAയുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കേരളം വൈദ്യുതി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പരിഹാരം ആണവ നിലയം മാത്രമെന്ന ചർച്ചയ്ക്കും ഇതിനോളം പഴക്കമുണ്ട്. പരിസ്ഥിതിവാദികൾ ഇതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ പരമ്പരാഗത രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമുക്ക് മുന്നേറാനാകുമോ എന്നതും ഇതോടൊപ്പം ഉയരുന്ന ചോദ്യമാണ്. കാണാം സേതു നെടുമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അവസാന ഭാഗം. കേരളത്തിലെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം എന്നോണം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ഊർജ പ്രതിസന്ധി എന്ന് പറയുന്നത് കളവാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള വാദഗതികൾ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഊർജ പ്രതിസന്ധി കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ കായംകുളം വരെ 5ഓളം താപനിലയങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഈ താപനിലയങ്ങൾ ഒന്നും പ്രവർത്തിപ്പിക്കുന്നില്ല. പ്രവർത്തിപ്പിക്കാത്തതിൻ്റെ പേരിൽ സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നഷ്ടപരിഹാരം ഇനത്തിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ വാദത്തിന് നമ്മൾ അംഗീകരിച്ചാൽ എന്തുകൊണ്ട് ഈ 5ഓളം താപനിലയങ്ങൾ ഇന്ന് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല? അപ്പോൾ അത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ കള്ളം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
ഊർജ പ്രതിസന്ധി എന്നുള്ള ഒരു വാദഗതി സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. മറ്റ് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ധാരണ വരുമല്ലോ, നമ്മൾക്ക് കറണ്ട് വേണ്ടേ, കറണ്ട് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ഒരു ചിന്താഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഊർജ പ്രതിസന്ധി എന്നുള്ള ഒരു വാദം സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. അത് പച്ചക്കള്ളമാണെന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. തൃക്കരിപ്പൂർ ചീമേനിയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണവും വെള്ളിപ്പാത്രവും കവർച്ച ചെയ്യപ്പെട്ട സംഘം രക്ഷപ്പെട്ടത് നീലേശ്വരം വഴിയെന്ന് സൂചന. ചീമേനി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണ ക്യാമറകളുടെ പരിശോധനയിലാണ് സൂചന ലഭിച്ചത്. ചീമേനിയിൽ നാട്ടുകാരെ ആശങ്കയിലാക്കി പകൽ സമയത്ത് നടന്ന കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയും സിവിൽ എഞ്ചിനീയറുമായ എൻ മുകേഷിന്റെ ചീമേനി നെടുമ്പയിലെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പകൽ വൻ കവർച്ച നടന്നത്. വീട്ടിലെ പശുപരിപാലനത്തിന്റെ ചുമതല വഹിച്ചിരുന്ന നേപ്പാൾ സ്വദേശി ചക്ര ഷാഹിയും ഭാര്യ ഇഷ ചൌധരി അഗർവാളെയും സംഭവത്തിനുശേഷം കാണാനുണ്ടായിരുന്നില്ല. കവർച്ച നടത്തിയ സംഘം കേരളം വിട്ടുപോയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. തുടർന്ന് നിരവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിനൊടുവിലാണ് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ 4 അംഗങ്ങളുള്ള കവർച്ചാ സംഘം 2 തവണ എത്തിമടങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണിനെ തൊട്ടറിഞ്ഞ് കുഞ്ഞു കൈകൾ എന്ന പേരിൽ സ്കൂൾ കാർഷിക പദ്ധതി വിളവെടുപ്പ് മഹോത്സവം നടന്നു. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് കുട്ടികളും അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്ന് പച്ചക്കറി കൃഷി സ്കൂളിൽ ആരംഭിച്ചത്. നഗരസഭാ അധ്യക്ഷ KV ലളിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ യജ്ഞം തന്നെയാണ് നിങ്ങൾ നടത്തിയത്. നമുക്കറിയാം, ഒരു കൃഷി വിത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുക്കുന്നത് വരെയുള്ള പ്രവർത്തനമെന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ കൃഷിയെയും പരിചരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള വിളവ് അതിൽ നിന്നും ലഭ്യമാകും. PTA പ്രസിഡന്റ് അനിൽകുമാർ KV അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഷാൻഡി ഫിലിപ്പ്, പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി K, കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീവാനന്ദൻ EP, സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ കാർഷിക പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. നിരവധി രക്ഷിതാക്കളും കുട്ടികളും വിളവെടുപ്പുത്സവ പരിപാടിയിൽ പങ്കെടുത്തു. ഈ കാർഷിക പദ്ധതിയുടെ ഭാഗമായി തന്നെ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ അവരവരുടെ വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മണ്ണിനെ തൊട്ടറിഞ്ഞ കുരുന്നുകളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് വിവിധ ഇനം പച്ചക്കറികളാണ് സ്കൂൾ വളപ്പിൽ വിളയിച്ചെടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നവീകരിച്ച പിലാത്തറ മൊടോൻകുളം റോഡിന്റെ ഉദ്ഘാടനം നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച പിലാത്തറ മൊടോൻകുളം റോഡിന്റെ ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. 140 മീറ്റർ നീളത്തിൽ ഇന്റർലോക്ക് പാകി നവീകരിച്ച റോഡ് പ്രവൃത്തിക്ക് MLAയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കല്യാശ്ശേരി മണ്ഡലത്തിൽ വിവിധ വികസന പദ്ധതികളായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒട്ടേറെ പദ്ധതികൾ നമുക്കറിയാം ഈ വേനൽക്കാലത്ത് വളരെ സജീവമായി പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്ത്, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വിപുലീകരണം, നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ എല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണ്.
ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വപ്ന കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ, ചെറുതാഴം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം യു രാമചന്ദ്രൻ, കെ സി തമ്പാൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി രാജീവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KSTA മാടായി സബ് ജില്ലാ പൊതുയോഗം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടന്നു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. KSTA മാടായി സബ് ജില്ലാ പൊതുയോഗം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടന്നു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഷംന പത്മം അധ്യക്ഷത വഹിച്ചു. CB സുരേഷ് ബാബു, കെ അജയൻ, MP ലത, യു സുഗത, VV ബിജു, VV പ്രദീപൻ, KV സജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ പ്രമുഖ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ജന്മദിനം തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. KSFI സംസ്ഥാന സെക്രട്ടറി കെ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ വലിയപറമ്പ് പഞ്ചായത്ത് പരിധിയിലുള്ള KCEF തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടനയുടെ 37ാമത് ജന്മദിനം ആഘോഷിച്ചത്. സഹകരണ പ്രസ്ഥാനം വിവിധ മേഖലകളിൽ നിന്ന് വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ സംഘടനയുടെ ജന്മദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KCEF സംസ്ഥാന സെക്രട്ടറി കെ ശശി പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ, യൂണിറ്റ് സെക്രട്ടറി PP കുഞ്ഞികൃഷ്ണൻ, V ജയരാജൻ, ഷാജി തൈക്കേൽ, C സേതുമാധവൻ, K രാജീവൻ, K അജയ്കുമാർ, PV സുരേശൻ, PP ആശ, P വിജിത, T രഞ്ജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അലങ്കാര ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിപുലമായ ശേഖരവുമായി ചീമേനിയിൽ മേരി മാതാ നഴ്സറി പ്രവർത്തനം ആരംഭിച്ചു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അലങ്കാരച്ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിപുലമായ ശേഖരവുമായി ചീമേനിയിൽ മേരിമാത നഴ്സറി പ്രവർത്തനം ആരംഭിച്ചു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. മേരിമാതയുടെ 3ാമത്തെ ശാഖയാണ് ചീമേനി ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പൂന്തോട്ടങ്ങളിൽ മാത്രമല്ല, വീടുകളുടെയും ഓഫീസുകളുടെയും അകത്തളങ്ങളിൽ അഴകു നിറയ്ക്കാൻ പോരുന്ന നിരവധി ചെടികൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പൂച്ചെടി പ്രേമികളെ വല്ലാതെ പ്രലോഭിപ്പിക്കുന്ന നിരവധി ഓർക്കിഡുകൾ ഇവിടെ വർണ്ണം വിതറി നിൽക്കുന്നു. പൂന്തോട്ട സങ്കല്പങ്ങളിലെ പുതിയ ട്രെൻഡായ 100 കണക്കിന് കടലാസുപൂക്കളും മേരിമാതയിലുണ്ട്. ബോൺസായി രൂപത്തിൽ മുതൽ മീറ്റർ കണക്കിന് വളരുന്നതുവരെ ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നു. അഗ്ലോണിമ, ലില്ലി, ചൈന ഡോൾ, ടേബിൾ പാം, ആമ്പൽ, ചെത്തി, ഡാലിയ എന്നുവേണ്ട മനുഷ്യരുടെ മനം മയക്കുന്ന എല്ലാത്തരം ചെടികളും മേരിമാതയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ വിപുലമായ ഫലവൃക്ഷ തൈകളുടെ ശേഖരണവും മേരിമാതയിലുണ്ട്. റെംബുട്ടാൻ, മാംഗോസ്റ്റിൻ, മാവ്, തെങ്ങ്, പ്ലാവ്, പേര, ജംബോട്ടിക്ക, ബുഷ് ഓറഞ്ച്, ലോങ്ങൽ എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഫലവൃക്ഷ തൈകൾ വിതരണത്തിനെത്തിയിട്ടുണ്ട്. കൂടാതെ ജൈവവളങ്ങളും ചെടിച്ചട്ടികളും ലഭ്യമാണ്. ഓർഡർ പ്രകാരം ഗാർഡൻ സെറ്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഉദ്യാന സ്നേഹികളുടെയും ഫലവൃക്ഷങ്ങളെ സ്നേഹിക്കുന്നവരുടെയും പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് ചീമേനിയിലെ മേരിമാത നഴ്സറി. മേരിമാത നഴ്സറിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9961251357 എന്ന നമ്പറിലോ 7025881313 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CM നഗറിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കം. പിലാത്തറ ഫെറോന വികാരി റവറന്റ് ഫാദർ ബെന്നി മണപ്പാട്ട് കൊടിയേറ്റം നടത്തി. പിലാത്തറ CM നഗറിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 5 മുതൽ 9 വരെ നടക്കുന്ന തിരുനാൾ മഹോത്സവത്തിൽ പിലാത്തറ ഫെറോന വികാരി റവറന്റ് ഫാദർ ബെന്നി മണപ്പാട്ട് കൊടിയേറ്റം നടത്തി. സമർപ്പിക്കാം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും പ്രത്യാശ കേന്ദ്രമായിട്ട് ഈ വിശുദ്ധൻ്റെ സാന്നിധ്യവും സംരക്ഷണവും നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുക്കോളച്ചനെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അച്ഛൻ്റെ ജന്മദിനം അടുത്ത് ആഘോഷിക്കാനായിട്ട് പോകുമ്പോൾ അച്ഛൻ തുടങ്ങി വച്ച ഈ ദേവാലയവും ഈ പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാവിധ വീടുകളും എല്ലാം നമുക്ക് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം.
ദൈവദാസൻ സുക്കോളച്ചന്റെ അനുസ്മരണവും തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും. സമാപന ദിവസമായ ഫെബ്രുവരി 9 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ആഘോഷമായ ദിവ്യബലി, നൊവേന എന്നിവ നടക്കും. കണ്ണൂർ രൂപത സഹായമെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ഡെന്നീസ് കറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം നടക്കും. തുടർന്ന് നേർച്ച ഭക്ഷണവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. IRPC പാപ്പിനിശ്ശേരി സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും കിടപ്പിലായ രോഗികളെ പരിചരണത്തിന്റെ ഭാഗമായുള്ള ഹോം കെയർ കല്യാശ്ശേരി ഈസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി KV മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. IRPC പാപ്പിനിശ്ശേരി സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിന്റെ ഭാഗമായുള്ള ഹോം കെയർ കല്യാശ്ശേരി ഈസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി KV മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. N ശ്രീധരൻ, KV ഷൈനേഷ്, VC പ്രേമരാജൻ, PV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യം ആനന്ദം സ്ത്രീകളിലെ അർബുദ പരിശോധന ക്യാമ്പയിൻ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യം ആനന്ദം സ്ത്രീകളുടെ അർബുദ പരിശോധന ക്യാമ്പയിൻ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം ചെയ്തു. 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കായുള്ള സ്ക്രീനിംഗ് പരിപാടി മാർച്ച് 8 വരെയുള്ള കാലയളവിൽ കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം, ആലക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ വെച്ച് നടത്തും. കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ആലക്കാട് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് AP അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ VN ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി N കാർത്തിയായന്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുധാകരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് ശ്രീധർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തു. പെരളം UP സ്കൂളിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് ശ്രീധർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുൻ ഒരു 5 വർഷം മുമ്പ് 6 വർഷം മുമ്പൊക്കെ നമുക്ക് എല്ലാ വർഷവും ഒരു ദേശീയ പോളിയോ നിർമ്മാർജ്ജന ദിനം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ കൂട്ടി പോളിയോ ബൂത്ത് പോയിട്ട് തുള്ളി മരുന്ന് ഓർമ്മയുണ്ടാവും. പോളിയോ തുള്ളി മരുന്ന് എന്തിനാണ് നിങ്ങൾ പോളിയോ തുള്ളി മരുന്ന് എടുത്തത്? പറയൂ. അപ്പൊ എന്താണ് പോളിയോ? പോളിയോ എന്ന് പറഞ്ഞാൽ പിള്ളവാതം അല്ലേ? ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും 1 or 2 കുട്ടികൾ പിള്ളവാതം ബാധിച്ച് കാലുകൾ തളർന്നിട്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. പരസഹായം ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരിങ്ങനെ എഴുന്നിട്ടാണ് നടക്കുക. P കുഞ്ഞമ്പു അധ്യക്ഷനായി. P ലീന, M ഗംഗാധരൻ, K സുരേന്ദ്രൻ, K പവിത്രൻ, അബ്ദുൾ റഹീം CH തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ ശ്രീ കാളീശ്വരം ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള പൊങ്കാല സമർപ്പണ മഹോത്സവം ഫെബ്രുവരി 13 വ്യാഴാഴ്ച രാവിലെ മുതൽ നടക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേരുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14ാം തവണയാണ് കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തെക്കിനേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശത്തിൽ 13 വർഷം മുൻപ് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണം വർഷം തോറും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് കൂടിവരികയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 13 രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി കൃഷ്ണൻ പോറ്റി ദീപം തെളിയിക്കുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിക്കും. 11 മണിയോടെ ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കും. തുടർന്ന് നടത്തുന്ന ഉച്ചപൂജയോടെ സമാപിക്കും. പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതിന് ആവശ്യമായ അടുപ്പ്, മൺകലം, അരി, വെല്ലം, നെയ്യ് തുടങ്ങിയവ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതാണ്. സംഘാടക സമിതിയും ഭജനസമിതിയും മാതൃസമിതിയുമാണ് പൊങ്കാല മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. KV കുഞ്ഞമ്പു, KV സന്നിത്ത്, ഡോക്ടർ V രാജീവൻ, KV ഷീജ, KV അശ്വിൻ രാജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണപുരം തീണ്ടകര വേട്ടക്കുരുമകൻ ക്ഷേത്രം മഹോത്സവത്തിന് സമാപനമായി. തെയ്യവും തിടമ്പുനൃത്തവും അവതരിപ്പിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തീണ്ടകര വേട്ടക്കുരുമകൻ ക്ഷേത്രം. മഹോത്സവത്തിന്റെ ഭാഗമായി വേട്ടക്കുരുമകൻ, അച്ചൻ തെയ്യം, കൈക്കോളച്ചൻ,
നാഗേനി അമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന തിടമ്പു നൃത്തവും ശ്രദ്ധേയമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ഉത്സവാഘോഷം നടത്തിവരുന്നത്. പോലെ ഒരു കുടുംബ ട്രസ്റ്റാണ് ക്ഷേത്രം നടത്തുന്നതെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നിർലോഭമായ സഹകരണങ്ങൾ നമുക്കുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പ്രത്യേകിച്ചിട്ട് ഈ 2 നേരം പൂജ നടക്കുന്ന വേട്ടക്രമ ക്ഷേത്രമായത് ശിവസ്വാധീനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് വേട്ടക്രമ ക്ഷേത്രം. പ്രത്യേകിച്ച് ഇവിടെ പ്രധാനപ്പെട്ട തെയ്യം വേട്ടക്രമകൻ തെയ്യാണ്. പിന്നെ കൂടാതെ അച്ഛൻ ദൈവം, കൈക്കോളച്ചൻ, അതിലും ഉപരിയായിട്ടൊരു നാഗേനി അമ്മ എന്നൊരു തെയ്യമുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പ്രാർത്ഥന നടത്തുന്ന ഒരു തെയ്യാണ് നാഗേനി അമ്മ. ചില കൊല്ലങ്ങളിൽ 9ഉം 10ഉം നാഗേനി അമ്മ പ്രാർത്ഥന ഉണ്ടാവും. സാധാരണഗതിയിൽ നാഗേനി അമ്മ എന്ന് പറഞ്ഞാൽ നാഗവുമായി ബന്ധപ്പെട്ട ഒരു തെയ്യാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വേട്ടക്രമകൻ തന്നെ, അതാണ് പ്രധാന തെയ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവും സഹകാരിയുമായ KN കണ്ണോത്ത് അന്തരിച്ചു. INTUC സംസ്ഥാന നേതാവും റെയിൽവേ തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ നേതാവുമായിരുന്നു അദ്ദേഹം. KN കണ്ണോത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നേതാക്കൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. ചീമേനിയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും കവർച്ച ചെയ്ത സംഘം രക്ഷപ്പെട്ടത് നീലീശ്വരം വഴിയെന്ന സൂചന. ചീമേനി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് സൂചന ലഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രമുഖ